Hello friends, welcome to Sanjari Travel World. Sanjari Travel World പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ എറണാകുളത്ത് കോസ്മോസ് സ്പോർട്സിലാണ്. കോസ്മോസ് സ്പോർട്സിൻ്റെ സൈക്കിൾ വിഭാഗത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കോസ്മോസ് ഇപ്പോൾ എല്ലാവർക്കും നല്ല പരിചയമാണ്. കാരണം പ്രമുഖ വ്ളോഗേഴ്സ്, യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ സൈക്കിൾസ് ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളും ഒരു സൈക്കിൾ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സൈക്കിൾ മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാൾ സൈക്കിൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള സൈക്കിളുണ്ട് എന്നീ വിവരങ്ങൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ വെബ്സൈറ്റ്സിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് അറിയാം. അപ്പോൾ എന്നെപ്പോലെ സൈക്ലിങ്ങും എക്സസൈസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇപ്പം എല്ലാവരും കൊറോണയോട് വീട്ടിൽ ഇരുന്നിട്ട് ആകപ്പാടെ തടി കൂടി വല്ലാത്തൊരവസ്ഥയായി. അപ്പം സത്യം പറഞ്ഞാൽ തടി കുറയ്ക്കാൻ കൂടെ വേണ്ടിയാണ്, ഒരു എക്സസൈസിനോട് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ സൈക്കിൾ മേടിക്കാനായിട്ട് വന്നത്. അപ്പോൾ നമ്മളോടൊപ്പം അനസ് ഉണ്ട്. അനസ് ഈ കോസ്മോസ് സ്പോർട്സിലെ ടെക്നീഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഏകദേശം 5-6 വർഷത്തോളം എക്സ്പീരിയൻസ് സൈക്കിൾ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് അനസിനോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഒരാൾ ഒരു സൈക്കിൾ മേടിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള സൈക്കിളുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് അനസ് നൽകും. അനസ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. സൈക്കിളിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? എങ്ങും സൈക്കിൾ കിട്ടാനില്ലെന്ന് പറയാം അല്ലേ? പ്രത്യേകിച്ച് ഹൈബ്രിഡ് സൈക്കിൾസ് എങ്ങും അവൈലബിൾ അല്ല എന്ന് പറയാം അല്ലേ? അപ്പം അനസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു സൈക്കിൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സൈക്കിൾ എടുക്കുമ്പോൾ മെയിനായിട്ട് ആളെ ഹൈറ്റ് നോക്കിയിട്ടാണ് സൈക്കിൾ എടുക്കുക. ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഹൈറ്റ് ആണ്. നോക്കുന്നത്. ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? പൊതുവെ പറയുന്നത് കയറി ഇരുന്നിട്ട് ഈ ടോപ്പ് ട്യൂബിന്റെ മേളിൽ 2 പ്രൈവറ്റ് പാർട്ടുമായിട്ട് 2 ഇഞ്ചിന്റെ ഒരു ചെറിയ ഡിഫറൻസ് വേണം. അത്രേ ഉള്ളൂ. കയറി ഇരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരാൾ നമ്മുടെ സൈക്കിളിന്റെ നമുക്ക് ആപ്റ്റായ സൈക്കിൾ ആണോ എന്ന് ഷൂട്ട് നോക്കുന്നത് നമ്മൾ സൈക്കിളെ കയറി നിന്നാണ് നോക്കുന്നത് അല്ലേ? കയറി നിൽക്കുമ്പോൾ എന്താണ് നോക്കേണ്ടത്? ബോൾസ് ടച്ച് ചെയ്യാൻ പാടില്ല, ഫ്രെയിമിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്സ് ഈ ഒരു ഫ്രെയിമെ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ഒരു സൈക്കിള് നമ്മൾ മേടിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള സൈക്കിൾ മേടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നടുവേദന എടുക്കും, മുട്ടുവേദന എടുക്കും അല്ലേ? മെയിനായിട്ട് അത് അഥവാ സ്ലിപ്പായി കഴിഞ്ഞാലും പ്രശ്നമാണത്. സ്ലിപ്പായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. സീറ്റിന് ഫ്രണ്ടിലോട്ട് പോയാലും ഇടിക്കത്തില്ലേ? അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പം എൻ്റെ ഒരു കസിൻ ഒരു സൈക്കിൾ മേടിച്ചു. അവൻ്റെ മോന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ മോന് വേണ്ടി മേടിച്ചാണ്. പക്ഷേ ആ സൈക്കിൾ ഇപ്പം അദ്ദേഹം ചവിട്ടുന്നുണ്ട്. പക്ഷെ ചവിട്ടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ നടുവേദന, മുട്ടുവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് സൈക്കിൾ ഫിറ്റ് അല്ലാന്നുണ്ടെങ്കിലും ഈ പെയിന്, ജോയിന്റ്സ് കാര്യങ്ങളൊക്കെ പെയിൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു സൈക്കിൾ മേടിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സൈക്കിളിന്റെ ഹൈറ്റ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കയറി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗം ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, പ്രൈവറ്റ് പാർട്സ് ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അപ്പം നമ്മുടെ സൈസിന് ആപ്റ്റായ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഇതിനെന്താ പറയുന്നത്, ഫ്രെയിം, സൈക്കിളിന്റെ ഫ്രെയിം, ടോപ്പ് ട്യൂബ്. ഓക്കെ, ടോപ്പ് ട്യൂബിന്റെ മുകളിൽ, സൈക്കിളിന്റെ ഫ്രെയിമിലെ ടോപ്പ് ട്യൂബിന്റെ മുകളിൽ നമ്മൾ കയറി 2 കാലും ഇപ്പുറത്തിട്ട് നേരെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്സ് ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണമെന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ? സൈക്കിൾ നല്ല ഹെവി വെയിറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റിമ്മിന്റെ കപ്പാസിറ്റി നോക്കി എടുക്കാറുണ്ട്. മെയിനായിട്ട് ഡബിൾ വാൾ, സിംഗിൾ വാൾ 2 തരത്തിലാണ് വരിക വീലിന്റെ കപ്പാസിറ്റി. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഡബിൾ വാൾ ആണെന്നുണ്ടെങ്കിൽ ലൈന് പോലെ ഉണ്ടാവും. അപ്പോൾ 120 വെയിറ്റിംഗ് കപ്പാസിറ്റി മാക്സിമം ആ സൈക്കിളിന് കപ്പാസിറ്റി ഉണ്ട്. സിംഗിൾ വാൾ ആണെന്നുണ്ടെങ്കിൽ 90 വരെ വെയിറ്റിംഗ് കപ്പാസിറ്റി. ഡബിൾ വാൾ, അത് ഡബിൾ വാളാണ്. ഡബിൾ വാൾ. അപ്പൊ നമ്മുടെ വെയിറ്റിനനുസരിച്ചും സൈക്കിള് നമ്മൾ നോക്കണം. ഇതിപ്പോ ഡബിൾ വാൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവിടെ ലൈൻ ഉണ്ടാവും, റിമ്മേല് ലൈൻ ഉണ്ടാവും. ഈ ഒരു ലൈനാണ് ഇത്. ഡബിൾ വാൾ ഉള്ള സൈക്കിളാണ്. അപ്പൊ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ ഡബിൾ വാൾ ഉള്ള സൈക്കിളാണ് നമ്മൾ, റിമ്മുള്ള സൈക്കിളാണ് മേടിക്കേണ്ടത് അല്ലേ? അപ്പൊ വെയിറ്റും സൈക്കിളിൽ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ നമ്മളൊരു സൈക്കിൾ മേടിക്കുമ്പോൾ ഡബിൾ വാൾ വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു എത്ര കിലോയ്ക്ക് മുകളിലുള്ളവരാണ് ഡബിൾ വാൾ മേടിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു 90ന്റെ മേളിലുള്ള ആൾക്കാരൊക്കെ, 90ക്ക് മേളിൽ, 90 kg എബോവ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സൈക്കിൾ മേടിക്കുകയാണെങ്കിൽ ഡബിൾ വാൾ റിമ്മുള്ള സൈക്കിൾ മേടിക്കാൻ ശ്രദ്ധിക്കുക. സൈക്കിൾ മേടിക്കാൻ നമ്മൾ കണ്ടു. നമ്മുടെ ഹൈറ്റ്, 2 നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള സൈക്കിൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള സൈക്കിൾ ഉണ്ടെന്നുള്ളതാണ് അനസിനോട് ചോദിക്കുന്നത്. അടുത്ത് നമ്മുടെ ചോദ്യം അതാണ്, ഏതൊക്കെ തരത്തിലുള്ള സൈക്കിളാണ് ഇപ്പം നമുക്ക് പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്? മെയിനായിട്ട് 3 തരത്തിലുള്ള സൈക്കിൾസ് ആണ്: MTB, ഹൈബ്രിഡ്, റോഡ് ബൈക്ക്.
അപ്പോൾ MGB ഹൈബ്രിഡ് റോഡ് ബൈക്ക് 3 തരത്തിലുള്ള സൈക്കിൾസ് ഉണ്ട്. ഈ സൈക്കിൾസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? MGB പറഞ്ഞാൽ മൗണ്ടൻ ബൈക്സ്, ടെറൈൻ ബൈക്ക് ഹൈബ്രിഡ് ആവുന്നൊരു ലോങ് ആയിട്ട് ചവിട്ടാൻ പറ്റും. ലോങ് ചവിട്ടുന്നവർ സെലക്ട് ചെയ്യേണ്ടത് ഹൈബ്രിഡ് ആണ്. പിന്നെ റേസ് പിന്നെ നല്ല ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും റോഡ് ബൈക്ക് പറ്റും. റേസിംഗും കുറെ ദൂരങ്ങളല്ലേ, ഒരു 100 കിലോമീറ്റർ മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് റോഡ് ബൈക്ക് സെലക്ട് ചെയ്യാം. മെയിനായിട്ട് അതിന്റെ ടയറിലാണ്. ടയറിന്റെ സൈസ് കുറയും തോറും നമുക്ക് ആയാസം കുറഞ്ഞു കിട്ടും. ഓക്കെ, ടയറിന്റെ സൈസ് കുറയും തോറും ആയാസം കുറഞ്ഞു കിട്ടും. ഞങ്ങളുടെ സത്യം പറഞ്ഞ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ MTB ആണ് കൂടുതൽ. പക്ഷെ MTB ചവിട്ടിയാണ് എന്താ പറഞ്ഞത്, നടുവേദന മുട്ടുവേദനയൊക്കെ എടുക്കുന്ന പറഞ്ഞത്. അല്ല, അത് കറക്റ്റ് ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ആയാസം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പ്രശ്നം വരും, നല്ല പ്രഷർ കൊടുക്കണം നമ്മൾ കയറ്റമൊക്കെ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു. പക്ഷെ മറ്റേ ഇപ്പം ഹൈബ്രിഡോ റോഡ് ബൈക്സ് ഒക്കെ ആണെങ്കിൽ അത്രയും ആയാസം കുറയും. കാരണം പറഞ്ഞാൽ 700 to 35 ഇഞ്ചാ വരുന്നത്, സൈസാണ് വരുന്നത് ഹൈബ്രിഡ്. മറ്റേ ഇതാണെന്നുണ്ടെങ്കിൽ MTB ആണെന്നുണ്ടെങ്കിൽ 27.5, 26.5 അങ്ങനെ അതാ വരുന്നത്. അപ്പോൾ പ്രശ്നം വരും. ടയറിന്റെ സൈസ് കൂടുന്തോറും ഹൈറ്റും വരും, ആയാസം ടൈറ്റ് വരും. ടയറിന്റെ സൈസ് കുറയും തോറും ഇത് സിമ്പിളായിട്ട് വരും. ടയറിന്റെ സൈസ് കൂടുന്തോറും ടൈറ്റ് ആവും. ടയറിന്റെ സൈസ് അനുസരിച്ച് സൈക്കിൾ എടുക്കുക. അപ്പം സൈസ് വലിയ സൈസ് ശരിക്കും പറഞ്ഞാൽ മൗണ്ടനറിങ്ങിനോ അല്ലെങ്കിൽ ടെറൈൻ റോഡ്സിലൊക്കെ ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് MTB ബൈക്സ്. അപ്പോൾ അത് നമുക്ക് റോഡിലൂടെ ചവിട്ടുമ്പോൾ കുറച്ച് ആയാസം കൂടുതലായിരിക്കും. എന്നാൽ ഹൈബ്രിഡും റോഡ് ബൈക്സ് ഒക്കെ നമുക്ക് കുറച്ച് ആയാസം കുറവാണ്. അതിൻ്റെ ടയറിൻ്റെ സൈസ് കുറയുകയാണ്. റോഡ് ബൈക്സിലേക്ക് വരുമ്പോൾ ഒരുപാട് കുറയല്ലേ. അപ്പം ഈ ടയറിൻ്റെ വിഡ്ത്ത്, അതായത് ഇപ്പം നമുക്ക് MTB ബൈക്സ് നമുക്കറിയാം ടെറൈൻ റോഡ്സിലെ ഓഫ് റോഡ്സിലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ വിഡ്ത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് കുറയും തോറും ആയാസം കുറയുമെന്നാണ് പറയുന്നത്. MTB എത്ര തരത്തിലുള്ള ബൈക്സ് ആണ്? MTB 3 തരത്തിലാണ്, 26, 27.5, 29 3 തരത്തിലാണ് വരുന്നത്. ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ സൈസിൽ വരുള്ളൂ, 700 to 35 അങ്ങനെയാണ് വരുന്നത്. റോഡാണെന്നുണ്ടെങ്കിൽ 700 to 25, 23, 28 ആ ഇതിലാണ് വരുന്നത് റോഡ് ബൈക്കൊക്കെ. ഹൈബ്രിഡ് ഒറ്റ സൈസിലാണ് വരുന്നത്. MTB 3 മോഡൽ അല്ല, 3 മോഡൽ 3 സൈസിൽ വരും. ഇത് ഡയഗ്രാം കറക്റ്റ് ആയിരിക്കും, വിത്തിന് വ്യത്യാസം ഉണ്ടാവും. ഹൈബ്രിഡും അതേപോലെ തന്നെ ഡയഗ്രാം കറക്റ്റ് ആയിരിക്കും, വിത്തിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ റോഡ് ബൈക്സ് വരുമ്പോൾ റോഡ് ബൈക്കിനെ പറഞ്ഞു ഡയഗ്രാം കറക്റ്റ് ആയിരിക്കും, വിത്തിന് കറക്റ്റ് ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവും. റോഡ് MTB ആണെന്നുണ്ടെങ്കിൽ ഡയഗ്രാം എല്ലാം വ്യത്യാസമായിരിക്കും, പക്ഷേ വിത്ത് സെയിം ആയിരിക്കും. ഇപ്പോൾ സൈക്കിൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിന്റെ വെയിറ്റ് ഒരു പ്രധാന ഘടകമാണല്ലോ. എങ്ങനെയാണ് ഓരോ സൈക്കിളിന്റെ വെയിറ്റ്സ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? വെയിറ്റ് MTB ഒക്കെ ഏകദേശം ഒരു 14-15 കിലോ എന്തായാലും ഉണ്ടാവും. MTB 14-15 കിലോ ഈ സൈക്കിളാണ്. പിന്നെ അതില് MTB സ്റ്റീലും വരുന്നുണ്ട്. സ്റ്റീലും ഒന്നുകൂടി വെയിറ്റ് കൂടും. അലോയാണ് ഒരു 13-14 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ MTB. ഈ ഫ്രെയിം ഇപ്പൊ സാറിന് എല്ലാവരും എടുക്കുന്ന അലോയ് ഫ്രെയിമാണ്. അലോയ് ഫ്രെയിം ആകുമ്പോൾ വെയിറ്റ് കുറച്ച് കുറയും. ഒന്നുകൂടി സ്പീഡായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോങ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറഞ്ഞ അലോയ് എടുക്കുക. ലോങ് പോകണം, ഒരുപാട് ചവിട്ടണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, മാക്സിമം വെയിറ്റ് കുറയ്ക്കുക. അലോയ് ബോഡി എടുക്കുക. അപ്പൊ MTB വരുമ്പോൾ മിനിമം എത്ര 13-14 കിലോ? 13-14 കിലോ 13-14 കിലോ ആണ് ഹൈബ്രിഡ്. 11-12 kg ഒക്കെ ഉണ്ടാവുള്ളൂ. ഹൈബ്രിഡ് സൈക്കിൾസ് വരും 11-12 കിലോ ഉണ്ടാവുള്ളൂ. ഓരോ ബ്രാൻഡിനനുസരിച്ച് കുറച്ച് ഗ്രാമിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. റോഡ് ബൈക്സ് വരുമ്പോൾ റോഡ് ബൈക്ക് ആകുമ്പോൾ 10-9 കിലോനൊക്കെ ഉണ്ടാവും. റോഡ് ബൈക്സ് ആണ് അപ്പോൾ ഏറ്റവും കുറവില്ല, 9-10 കിലോ ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അതാകുമ്പോൾ കൂടുതൽ ആയാസം കുറയും. അപ്പം നമുക്ക് മാക്സിമം കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും, ഏരിയ കവർ ചെയ്യാൻ പറ്റും. റോഡിലാണെന്നുണ്ടെങ്കിൽ കേരള ഓൾ ഇന്ത്യ ഒക്കെ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണല്ലേ റോഡ് ബൈക്സ് എന്ന് പറയുന്നത്. ടയർ നോക്കിയേ, നല്ല വിത്താണ് ടയറിന്റെ വിത്ത് നമുക്ക് കാണുന്നത്. ഇത് സ്റ്റീൽ ബോഡിയാണ്. ആകുമ്പോൾ തന്നെ ഇതിന് വെയിറ്റ് കൂടുതലാണ് അല്ലേ? വെയിറ്റ് കൂടും. ഇതിന് എത്ര കിലോ വരും? 14-15 കിലോ ഉണ്ടാവും. ഇതിനൊരു 14-15 കിലോ ഉണ്ട്. അപ്പൊ ഇത് കൂടുതലും ടെറൈൻ റോഡ്സിൽ ഓഫ് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബൈക്സ് ആണ്. ഫ്രണ്ടിൽ സസ്പെൻഷൻ ഡബിൾ ഡിസ്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിന് ഫ്രണ്ടിൽ സസ്പെൻഷൻ ഉണ്ട്, ഡബിൾ ഡിസ്ക് ആണ്. പക്ഷെ ഇതിന് വെയിറ്റ് കൂടുതലാണ് അല്ലേ? വെയിറ്റ് കൂടുതലാണ്. അതാണ് ഇതിന്റെ ഒരു നമ്മള് കൂടുതൽ ആയാസം കുറഞ്ഞ് ചവിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അലോയ് ബോഡിയുള്ള എന്താ പറയുക ഹൈബ്രിഡ് സൈക്കിൾസ് അല്ലെങ്കിൽ റോഡ് ബൈക്സ് നമ്മൾ
സെലക്ട് ചെയ്യുക. അല്ല നിങ്ങൾ ടെറൈൻ റോഡ്സിലാണ് ഓഫ് റോഡിംഗ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ആപ്റ്റാണ് അല്ലേ? MTB ആപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ മെറ്റൽ ബോഡി അലോയ് ബോഡി എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ മെറ്റൽ ബോഡിയിൽ തന്നെ വേറെ വിവിധ ടൈപ്സ് ഉണ്ടോ? പിന്നെ റോഡ് ബൈക്കിൽ കാർബൺ ടൈപ്പ് വരുന്നുണ്ട്, കാർബൺ ഫൈബർ വരുന്നുണ്ട്, കാർബൺ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വെയിറ്റ് കുറയും മെയിനായിട്ട്. ഓക്കെ. മെറ്റലിൽ തന്നെ കാർബണും ഉണ്ട്, സ്റ്റീലും ഉണ്ട്. സ്റ്റീൽ ഫ്രെയിം. MTB ഒക്കെ ആണെങ്കിൽ സ്റ്റീൽ വരുന്നുണ്ട്, അലോയ് വരുന്നുണ്ട്. ഹൈബ്രിഡിൽ അലോയ് ആണ് മെയിനായിട്ട്. അലോയ് 6.1 ആണ് വരിക മെയിനായിട്ട്. റോഡ് ബൈക്കിൽ വരുന്ന സമയത്ത് ഇത് വരും, കാർബൺ ടൈപ്പാണ് വരിക. വെയിറ്റ് കുറയാണ്. ഒരു 80, 89, 60 മേളിലൊക്കെ മെയിനായിട്ട് കാർബൺ ആണ് വരുന്നത്. കാർബൺ ഫ്രെയിം. വെയിറ്റ് കുറയും, അലുവിനേക്കാളും കുറയും. 6 kg പ്ലസ് ഉണ്ടാവത്തുള്ളൂ. അലോയേക്കാളും കുറവാണ് കാർബൺ ഫ്രെയിം വരുന്നത്. അപ്പം വെയിറ്റ് കുറഞ്ഞ് കൂടുതൽ ചവിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്പീഡായിട്ട് നല്ല സ്പീഡ് കിട്ടും വണ്ടി. സ്പീഡ് കിട്ടും അല്ലേ? ഓക്കെ, അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പം നമ്മുടെ കോസ്മോ സ്പോർട്സിൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോൾഡബിൾ സൈക്കിൾ കണ്ടു. അപ്പൊ ഇത് കൊച്ചു പിള്ളേർക്കുള്ളതാണോ അതോ? അല്ല, അഡൽറ്റിനുള്ളതാണത്. അഡൽറ്റിനുള്ളതാണ്. ഓക്കെ. അത് മെയിനായിട്ട് പർപ്പസ് എന്താ വെച്ചാല് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വണ്ടിന്റെ ജസ്റ്റ് ഒരു ബാഗിൽ വെക്കാൻ ഉണ്ടാവത്തുള്ളൂ. ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോകാവുന്ന ഒരു സൈക്കിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കമ്പനിയാണ്? അത് ഫയർഫോക്സിന്റെ ടേം എന്നൊരു മോഡലാണ്. ഓക്കെ, ഫയർഫോക്സിന് തന്നെ ടേം എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇതിന്റെ വില എങ്ങനെ വരുന്നത്? അത് 37 പ്ലസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 37,000 മുടക്കാമെങ്കിൽ ഒരു സൈക്കിൾ ഫോൾഡ് ചെയ്ത് ബാഗിനകത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. ചെല്ലുന്ന സ്ഥലത്ത് ചെല്ലുക, അൺഫോൾഡ് ചെയ്താൽ മതി. നമുക്കിത് ഫോൾഡ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. ഉറപ്പായിട്ടും. മെയിനായിട്ട് ഫോൾഡിങ് ഈ QR-ലാണ് വരുന്നത്. റിലീസ് ചെയ്താൽ മതി, ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി. ഫ്രെയിം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഫ്രെയിം ഫോൾഡ് ചെയ്യാം. അത് പിന്നെ സൈഡിൽ ഫോൾഡ് ചെയ്യാം. കുറവാണ് സാധാരണ. വലിയ വെയിറ്റ് ഇല്ല. നമുക്ക് സുഖമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സൈക്കിളാണ്. 37,000 രൂപ അല്ലേ? ഇത് അഡൽറ്റിനുള്ള സൈക്കിളാണ്. അഡൽറ്റുള്ളത്. അപ്പോൾ അതിൻ്റെ തിരിച്ചുള്ള സ്റ്റേജിലേക്ക് സൈക്കിൾ ഇപ്പോൾ വന്നു. അപ്പോൾ വളരെ എളുപ്പം തന്നെ ഇത് എന്ത് ചെയ്തു, ഫോൾഡ് ചെയ്തിട്ട് തിരികെ വെക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള കാലം ഒരുപക്ഷെ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ട്രാഫിക്കിൻ്റെ തിരക്ക് കൂടുന്തോറും ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇനി മെട്രോ ട്രെയിനിലോ അതുപോലുള്ള വേഗതയേറിയ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതും പിടിച്ചുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യണമെങ്കിൽ. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ നേരെ ഇതും ചവിട്ടി പോകേണ്ട ഒരു സമയം വരും. കാരണം വണ്ടിയിലോ ടാക്സിയിലോ ഹോട്ടലൊക്കെ പോയാൽ അതുപോലെ ട്രാഫിക് ആയിരിക്കും. അതോ സൈക്കിളും കൊണ്ട് പെട്ടെന്ന് പോകാനും സാധിക്കും. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ ഇതായിരിക്കും താരം, ഫോൾഡിംഗ് സൈക്കിളൊക്കെ ആയിരിക്കും താരം. കാത്തിരുന്ന് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു അനസ്. അപ്പം അനസിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് അറിവുകൾ പങ്കുവെക്കുക. അതിനായിട്ട് നിങ്ങൾ ഷെയർ ബട്ടൺ
ക്ലിക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.